Lab 10 Setting up Intranet Service Using NFS. ഇവിടെ നമ്മൾ രണ്ട് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോയിട്ട് അവിടെ ഷെയറിങ്ങിൽ ഷെയർ കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ എവരി വൺ സെലക്ട് ചെയ്യാം. എവരി വൺ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആഡ് കൊടുത്തിട്ട് റീഡ് ആൻഡ് റൈറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡണ്ണ് കൊടുക്കാം. അതിനുശേഷം അഡ്വാൻസ്ഡ് ഷെയറിങ്ങിൽ പോയിട്ട് ഷെയർ ദ ഫോൾഡർ സെലക്ട് ചെയ്ത് ക്ലിക്ക് ഓക്കെ. എന്നിട്ട് നമ്മൾ കൺട്രോൾ പാനലിൽ പോകും. കൺട്രോൾ പാനലിൽ പോയിട്ട് നെറ്റ്വർക്ക് ആൻഡ് ഷെയർ സെൻറ്ററിൽ ചേഞ്ച് അഡ്വാൻസ്ഡ് ഷെയറിങ് സെലക്ട് ചെയ്യുക. അതിൽ ഓൾ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഓൾ നെറ്റ്വർക്ക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും. അതിൽ ടേൺ ഓഫ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഷെയറിങ് സെലക്ട് ചെയ്ത് സേവ് ചേഞ്ചസ്. എന്നിട്ട് നമ്മൾ അത് ഡെസ്ക്ടോപ്പിക്ക് വന്നിട്ട് അതിൽ സെർച്ചിൽ പോയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് നമ്മൾ IP കോൺഫിഗർ ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ചിൽ കമാൻഡ് പ്രോംപ്റ്റിൽ പോവുക. അവിടെ നമ്മൾ പിങ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമുക്ക് കിട്ടിയ നേരത്തെ കോൺഫിഗർ ചെയ്ത IP അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ IP അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സെർച്ചിൽ റണ്ണിൽ പോയി റണ്ണിൽ // ഇട്ടിട്ട് നമ്മൾ IP എൻ്റർ ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫോൾഡർ ഇവിടെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും.